ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ ഇന്നത്തെ വീഡിയോ ലോകത്തിലെ ഏറ്റവും വലിയ കൾച്ചറൽ സെൻറ്റർ മ്യൂസിയം കാണാൻ പോകുന്നൊരു വീഡിയോ ആണ്. വീട്ടിൽ നിന്നിറങ്ങി നമ്മൾ ഓൾഡ് സൽമിയയിലുള്ള ടീ ഗ്രില്ലിലോട്ടാണ് ആദ്യം പോയത്. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് മ്യൂസിയത്തിലോട്ട് കയറാമെന്ന് വിചാരിച്ചു. നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്, അതുകൊണ്ട് എനർജിയൊക്കെ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ആദ്യം ലഞ്ചൊക്കെ കഴിച്ചിട്ടാണ് പോയത്. ഓൾഡ് സൽമിയയിലുള്ള ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ പോകുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ലൊരു അറ്റ്മോസ്ഫിയർ. കൂടുതലും ഫിലിപ്പിനോസൊക്കെ മീറ്റ് ചെയ്യുന്നിടമാണെന്ന് തോന്നുന്നു. കൂടുതലും നമ്മൾ ഫിലിപ്പിനോസിനെയാണ് കണ്ടത്. അങ്ങനെ നമ്മൾ ടീ ഗ്രില്ലിൽ കയറി. അവിടെ ശരിക്കും താമസം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നു. ആ എൻട്രൻസ് ഏരിയയിൽ കുറേ വാഴച്ചെടിയൊക്കെ പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല രസമുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ. അങ്ങനെ ഞാൻ കുഞ്ഞിനെ നിർത്തി 2-3 ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമുക്ക് സീറ്റൊക്കെ കിട്ടി. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. നമ്മൾ ആദ്യം ചിക്കൻ സൂപ്പാണ് ഓർഡർ ചെയ്തത്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് കുറേ നാളായിട്ട് പറയുന്നുണ്ട് അവർ മോമോസ് വേണമെന്ന്. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ മോമോസ് ഓർഡർ ചെയ്തു. ചിക്കൻ 65ഉം പിന്നെ നമ്മൾ ചിക്കൻ ബിരിയാണിയും പ്രോൺസ് ബിരിയാണിയും മജ്ബൂസും ആണ് ഓർഡർ ചെയ്തത്. ടീ ഗ്രില്ലിലെ ഫുഡൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത് മോമോസും പ്രോൺസ് ബിരിയാണിയുമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഷേഖ് അബ്ദുള്ള അൽ സലേം കൾച്ചറൽ സെന്ററിലോട്ടാണ് പോയത്. ഇത് 18 ഹെക്ടറിൽ നിർമ്മിച്ചൊരു കൾച്ചറൽ സെന്ററാണ്. വേൾഡ് ലാർജസ്റ്റ് കൾച്ചറൽ സെന്ററാണ്. അതേപോലെ ഉണ്ട് ഇത് കാണാൻ. നല്ല ഭംഗിയുണ്ട് കാണാൻ. പുറമേ നിന്ന് നോക്കുമ്പോൾ ദാ ഇവിടെ ഇങ്ങനെ ഒരു മ്യൂസിക്കൽ ഫൗണ്ടനും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ കുറച്ച് നേരം മക്കളെയും കൊണ്ട് അവിടെ ഇങ്ങനെ നിന്നു. പിന്നെ ഇതിനിടെ ഐസുട്ടൻ കുറച്ച് ഡാൻസും കാര്യങ്ങളും ഒക്കെ ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു പുറത്ത് നിന്ന് കാണാൻ. അങ്ങനെ പിന്നെ നമ്മൾ അകത്തോട്ട് കയറി. ടിക്കറ്റ് ചാർജ് 3 KD ആണ്. കേനറ്റ് മാത്രമേ എടുക്കത്തുള്ളൂ. നമ്മൾ റംസാന് മുന്നേ ആ തണുപ്പ് ടൈമിലാണ് പോയത്. അതുകൊണ്ട് ഡേ ടൈം നേരത്തെ ആയിട്ട് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നൈറ്റ് 8 മണിക്ക് ഓപ്പൺ ആയിട്ട് രാത്രി 12:30 വരെയാണെന്നാണ് ഗൂഗിളിൽ കാണിക്കുന്നത്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അവിടെ ഇങ്ങനെ ഓരോരോ ഏരിയ ആയിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട്. സ്പേസ്, എർത്ത്, പിന്നെ അറബിക് കൾച്ചറൽ സെന്റർ, അങ്ങനെ ഏജ് ഓഫ് ഡൈനോസേഴ്സ്, അങ്ങനെ കുറേ ഏരിയ ആയിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം കയറിയത് സ്പേസിലാണ്. അതുകൊണ്ട് ഇങ്ങനെ ഫസ്റ്റ് സ്പേസിൽ എന്തൊക്കെ കാണുന്നു അതിൻ്റെ ഡെമോ ഒക്കെ ഉണ്ടായിരുന്നു. റോക്കറ്റ്, പിന്നെ നമ്മൾ സ്പേസിൽ പോകുന്ന പേടകം, പിന്നെ ആ സ്പേസിൽ ഉപയോഗിക്കുന്ന വണ്ടി, അങ്ങനെ സ്പേസിൽ ഉപയോഗിക്കുന്ന കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ സോളാർ സിസ്റ്റത്തിൻ്റെ ഡെമോ വെച്ചിട്ടുണ്ടായിരുന്നു. ഫുള്ള് കാണാൻ എന്തൊക്കെയുണ്ടോ സ്പേസിൽ അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് നമുക്കത് എന്താ പറയുന്നത് കണ്ട് മനസ്സിലാക്കാനും എൻജോയ് ചെയ്യാനുമായിട്ട്. നമ്മൾ ഈ സ്പേസിൽ ഉപയോഗിക്കുന്ന മാസ്ക്, ഹെൽമെറ്റ് അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ നോക്കാൻ പറ്റും. അതൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പോയത് അവർ എർത്തിലാണ്. അതിനകത്ത് കുറച്ചൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. കുറച്ചൊക്കെ ഷോർട്സിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഭൂമിയിൽ നിന്ന് എന്തൊക്കെ കിട്ടുന്നു, ഭൂമി എങ്ങനെയാണ്, ആ ഒരു സംഭവങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ഏജ് ഓഫ് ഡൈനോസേഴ്സിൻ്റെ അടുത്താണ് പോയത്. അത് കാണാനാണ് അടിപൊളി കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ച് പോയതും അത് തന്നെയാണ് കാണണമെന്ന് വിചാരിച്ച്. അതുകൊണ്ടായിരിക്കും സൂപ്പറായിരുന്നു. ഡൈനോസറിൻ്റെ സ്കെലിട്ടണും കാര്യങ്ങളും അങ്ങനെയൊക്കെ കുറേ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു ഏരിയ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തു കേട്ടോ. കുഞ്ഞുമക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. കുറേ ഉണ്ട് ഇങ്ങനെ കാണാൻ. കുറേ ആനിമൽസിൻ്റെയൊക്കെ മിക്സ്ഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എന്താണെന്നൊന്നും എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല. ആനയാണെങ്കിലും പ്യുവർ ആന അങ്ങനൊന്നും അല്ല, ഒട്ടകമാണെങ്കിലും അങ്ങനെ കറക്റ്റ് ഒട്ടകമൊന്നും അല്ല. എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു ഷേപ്പൊക്കെ വെച്ചിട്ടുണ്ട്. കരടി, അങ്ങനെ എല്ലാം കൂടെ നമുക്ക് കാണുമ്പം ഫസ്റ്റ് ഒരു നോട്ടത്തിൽ കരടിയാണോ അല്ലെങ്കിൽ ഒട്ടകമാണോ എന്നൊക്കെ തോന്നും. നമ്മൾ കുറച്ച് നേരം നിന്ന് നോക്കുമ്പോൾ എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു രൂപങ്ങളാണ് അവിടെ വെച്ചിട്ടുള്ളത്. അതെന്താ അവർ അതിൻ്റെ അർത്ഥം ചെയ്യുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ കുറേ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ കാട് പോലത്തെ ഒരു ഏരിയയിലോട്ടാണ് പോയത്. ഇതും അടിപൊളിയാണ് കേട്ടോ. നമ്മൾ കാടിനകത്തോട്ട് കയറുന്നൊരു ഫീലിങ്സാണ്. അതിൻ്റെ ആ ഒരു സൗണ്ടും കാര്യങ്ങളും മ്യൂസിക്കും ഒക്കെ ആയിട്ട്. ഈ മുതല, വവ്വാല്, പിന്നെ തേനീച്ചകൾ, ഇതിൻ്റെയൊക്കെ ഡെമോ കുറേ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഡൂരിയാൻ, ആ ഫ്രൂട്ടുണ്ട്. പിന്നെ നമ്മുടെ ചക്ക, അങ്ങനെ കുറേ ഐറ്റംസ്, ബട്ടർഫ്ലൈസ്, അങ്ങനെ കുറേ കാട്ടിൽ കുറേ കാണുന്ന സാധനങ്ങളൊക്കെ അവിടെ ഇങ്ങനെ ഡെമോ വെച്ചിട്ടുണ്ടായിരുന്നു. ഒച്ച്, പിന്നെ കാക്ക, പിന്നെ കുറേ കാട്ടിലെ കുറേ കിളികൾ, അങ്ങനെയൊക്കെ കുറേ വെച്ചിട്ടുണ്ടായിരുന്നു. ചക്കയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ചക്കയൊക്കെ തിന്നാനായിട്ട് കൊതിയായിട്ട് വയ്യായിരുന്നു. പിന്നെന്തോ ചെയ്യാനെല്ലാം ഡെമോ പീസല്ലേ.
സൗണ്ട് കേട്ടപ്പോൾ നമ്മൾ കാടിനകത്ത് പോകുന്നത് പോലുള്ള ഫീലിങ്സ് ആയിരുന്നു. പിന്നെ വെള്ളച്ചാട്ടവും കണ്ടൽക്കാടുകളും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയ ചെറിയ കുളങ്ങൾ പോലെ, പിന്നെ മുതല കിടക്കുന്നത് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് താഴോട്ട് ഇങ്ങനെ എസ്കലേറ്റർ ഇറങ്ങി വരുമ്പം എന്താ പറയുന്നത്, നമ്മൾ കടലിൻ്റെ അടിയിലൊക്കെ പോകില്ലേ, ആ ഒരു ഫീലിങ്സ് ആണ്. ഇവിടെ നിന്ന് നോക്കുമ്പം നമ്മൾ കടലിൽ നിന്ന് ഇങ്ങനെ മുകളിൽ നിന്ന് കാണുന്ന കാഴ്ചകളും താഴോട്ട് എസ്കലേറ്റർ ഇറങ്ങി പോകുമ്പോൾ കടലിനടിയിലോട്ട് പോകുന്ന കാഴ്ചകളുമായിരുന്നു. പിന്നെ കുറേ നല്ല നല്ല മീനുകളുണ്ടായിരുന്നു. വലിയ മീനുകളായിരുന്നു കേട്ടോ. തെരണ്ടി, അതേപോലെ വലിയ മീനുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ കടലിനടിയിലോട്ട് ഇറങ്ങി പോകുന്ന ആ ഒരു എന്താ പറയുക, എസ്കലേറ്ററിൽ പോകുമ്പോൾ നമ്മൾ കടലിനടിയിലോട്ട് പോകുന്നത് പോലുള്ളൊരു ഫീലിങ്സ് ആയിരുന്നു. നല്ല രസമായിരുന്നു. ഇതാ കണ്ട, ഇങ്ങനെ കുറേ മീനുകളുണ്ടായിരുന്നു, നല്ല കുഞ്ഞു കുഞ്ഞു മീനുകൾ. ശരിക്കും പറഞ്ഞാൽ ഇതിന് മുന്നേ നമ്മൾ സയൻറ്റിഫിക് സെൻറ്ററിൽ പോയിരുന്നു. അതിനേക്കാളും വർത്തായിരുന്നു തോന്നുന്നു. ഇത് കുറേ ഉണ്ട് കാണാൻ. 3KD കൊടുത്തു കഴിഞ്ഞാൽ കുറേ പാട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാം ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. കാരണം ഒരു 1 ഡേ എടുക്കണം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ 4 മണിക്ക് പോയിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളിങ്ങ് വന്നു. മോർണിംഗ് ഒക്കെ പോയി കഴിഞ്ഞാൽ ഈവനിങ് വരുന്നത് പോലെ അവർ കൊടുത്തിരിക്കുന്ന ടൈം ഫുള്ള് നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ കുഞ്ഞു കുട്ടികൾക്ക് ഇങ്ങനെ കടലിനടിയിൽ പോകുന്നത് പോലെ ഇങ്ങനെ കയറാൻ പറ്റും. പിന്നെ ഈ കിടക്കുന്ന സ്റ്റാർ ഫിഷിനെയൊക്കെ കയ്യിലെടുക്കാനൊക്കെ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് വരുമ്പം കുറേ ആനിമൽസിനെയും ബേർഡ്സിനെയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഡെമോ. അതും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ 7 മിനിറ്റ് വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഒരുപാടുണ്ട് നേരിൽ കാണാൻ. അപ്പം എല്ലാവരും പോയി വിസിറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ നമ്മുടെ സ്ഥിരം ജ്യൂസ് ഷോപ്പിൽ വന്ന് ജ്യൂസ് കുടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.